സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന CJPയുടെ പ്രഖ്യാപനം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുണ്ടാകും വരെ സമരം തുടരും. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പരീക്ഷയും വിദ്യാഭ്യാസവും കേന്ദ്ര സർക്കാർ കച്ചവടമാക്കി മാറ്റി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് MA ബേബിയും പറയുന്നത്. ഇപ്പം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥക്കാലത്ത് നടന്നതിനേക്കാൾ ക്രൂരമായ മർദ്ദനം ഫലത്തിൽ നമ്മുടെ രാജ്യം ഒരു ജയിലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സമരം അതിൻ്റെ ഒരു ഘട്ടം കടന്നിരിക്കുകയാണ്. ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ സോനം വാങ്ചുക്ക് ഇന്ന് ദിവസങ്ങളായി 3 ആഴ്ചയായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരാഹാര സത്യാഗ്രഹത്തിന് വിരാമം കുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സമരവേദി പാർലമെന്റായിട്ട് മാറുകയാണ്. അപ്പോൾ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ്, അഖിലേന്ത്യാ നേതാവ് ഐഷി ഘോഷ് ഇവരും നിരാഹാരത്തിലായിരുന്നു. മറ്റ് സംഘടനകളുടെ നേതാക്കന്മാരും നിരാഹാരത്തിലായിരുന്നു. അതെല്ലാം ഇന്ന് അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് സമരം നീങ്ങുകയാണ്. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, അടുത്ത തലത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ നീങ്ങുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? വിനീത, കഴിഞ്ഞ 10 മണിക്കൂർ സമയം ദില്ലി അക്ഷരാർത്ഥത്തിൽ ഒരു കലാപഭൂമിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ പ്രതിഷേധ കാഴ്ചയാണ് ദില്ലി കണ്ടത്. പാർലമെന്റിന് പുറത്ത് യുവാക്കൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം, ആ വിഷയം ഉയർത്തി പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ പാർലമെന്റ് പ്രക്ഷുബ്ധമായ കാഴ്ച. ഏതായാലും വരും ദിവസങ്ങളിലും ഈ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കൂടി വ്യക്തമാക്കുകയാണ്. ഈ സമരം നടത്തുന്ന CJP നേതാവ് അഭിജിത് ദീപ് കെക്ക് എല്ലാ പിന്തുണയും നൽകും എന്നാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും ആ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പിന്തുണ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ സമരം ശക്തമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനിടയിൽ ഈ സമരത്തെ എങ്ങനെ കേന്ദ്ര സർക്കാർ നേരിട്ട് മുന്നോട്ട് പോകും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേണം, അതല്ലാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് കണ്ടതുപോലുള്ള സമരം നാളെയും ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം. ശരി, PR സുനിൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.